പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ ദിവ്യ വചനങ്ങൾ തിരിച്ചറിയുവാനും നിൻ്റെ സുവിശേഷത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ ദിവ്യദാനങ്ങളുടെ സമൃദ്ധിയും പരിശുദ്ധാത്മ നൽവരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സന്തോഷപൂർവ്വം നിൻ്റെ കൽപ്പനകൾ ആചരിക്കുവാനും തിരുഹിതം നിറവേറ്റുവാനും നിൻ്റെ അനുഗ്രഹങ്ങൾക്കും കരുണയ്ക്കും അർഹരായി ഭവിക്കുവാനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. ഈ ഞായറാഴ്ച കൂനിയെ സൗഖ്യമാക്കിയ സുവിശേഷമാണ് നാം വായിച്ചു കേൾക്കുക. സന്തോഷത്തിൻ്റെ സദ്വാർത്തയിലെ 21-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഒരു സാബത്തിൽ അവൻ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വർഷമായി ഒരാത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്തു വിളിച്ച് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. യേശു സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സിനഗോഗ് അധികാരി ജനങ്ങളോട് പറഞ്ഞു, ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക. സാബത്ത് ദിവസം പാടില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, കപട നാട്യക്കാരെ, നിങ്ങൾ ഓരോരുത്തരും സാബത്തിൽ കാളയോ കഴുതയോ തൊഴുത്തിൽ നിന്നഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ? 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രഹാത്തിൻ്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ച് വിടേണ്ടതില്ലെന്നോ? ഇത് കേട്ടവൻ്റെ പ്രതിയോഗികളെല്ലാം ലജ്ജിതരായി. എന്നാൽ ജനക്കൂട്ടം മുഴുവൻ അവൻ ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് സന്തോഷിച്ചു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചൊരു വാക്ക്. കൂനിയെ സൗഖ്യമാക്കിയ ഈ അത്ഭുതം, രോഗശാന്തി നടന്നത് ഒരു സാബത്തിലാണ്. അതിനെക്കുറിച്ച് നമ്മൾക്ക് പിന്നീട് കാണാം. യേശു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം നടന്നത്. ഒരു സിനഗോഗ് എന്താണെന്ന് നമുക്കറിയാം. ഇസ്രായേലിൽ ഒരു ദൈവാലയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ജെറുസലേമിൽ. അവിടെ മാത്രമാണ് ബലിയർപ്പണം നടന്നുകൊണ്ടിരുന്നത്. സിനഗോഗ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഗ്രാമത്തിലെയോ പട്ടണത്തിലെയോ പ്രാർത്ഥനാലയം. അവിടെ ജനങ്ങൾ ഒരുമിച്ച് കൂടി സങ്കീർത്തനങ്ങൾ ആലപിക്കുകയും പഴയ നിയമത്തിൽ നിന്ന് വായനകളും അതിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങളും മാത്രം നടന്നിരുന്ന ഒരു സ്ഥലമാണ്. ഒരു ഗ്രാമത്തിലെ പ്രധാനപ്പെട്ടവരെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സമയം. കർത്താവ് ആ അവസരം ഉപയോഗിച്ച് തൻ്റെ പഠനങ്ങൾ ജനത്തിന് കൊടുക്കുവാനായി മുതിരുകയാണ്. എന്നാൽ ഈ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ കൂന് ബാധിച്ച് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ വളരെ പുറകിൽ, ഒരുപക്ഷെ ഭിത്തിയിൽ ചാരി താഴെ കൂനി ഇരിക്കുന്ന ഒരു സ്ത്രീയെ കർത്താവ് കണ്ടു എന്ന് നാം വായിക്കുന്നു. വലിയ ജനക്കൂട്ടത്തിൻ്റെ പുറകിൽ ഒരു സ്ത്രീ അവളുടെ വേദനയുടെയും മറ്റുള്ളവരുടെ അപഹാസത്തിൽ നിന്നും ഒക്കെ ഒളിഞ്ഞ് മാറി ഇരിക്കുന്ന ആ മൂലയിൽ കർത്താവ് അവളെ കണ്ടു.
ഞാൻ ജെറുസലേമിൽ പഠിച്ചിരുന്ന കാലത്ത് പല പ്രാവശ്യം സിനഗോഗിലെ പ്രാർത്ഥനയ്ക്ക് കൂടാൻ പോയിട്ടുണ്ട്. ഇന്നത്തെ രീതിയിൽ സ്ത്രീകൾ ഒരിക്കലും പുരുഷന്മാരുടെ കൂടെ ഇരിക്കില്ല. അവർ മുകളിൽ ബാൽക്കണിയിലാണ് ഇരിക്കുക. ബാൽക്കണി തന്നെ ഒരു നെറ്റ് കൊണ്ട് മറച്ചിരിക്കുന്നു. അവർക്ക് താഴോട്ടുള്ള കാര്യങ്ങൾ കാണാം, താഴെയുള്ളവർക്ക് അവരെ കാണാൻ സാധിക്കുകയില്ല. അങ്ങനെ വളരെ പ്രതിബന്ധങ്ങളുടെ നടുവിലും കർത്താവ് അവളെ കണ്ടു എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. സങ്കീർത്തനം 113 നമ്മളെല്ലാ ഞായറാഴ്ചയും പ്രഭാത നമസ്കാരത്തിൽ ചൊല്ലുന്നൊരു കീർത്തനമാണ്. അതിലൊരു വാക്യം, ഉന്നതങ്ങളിൽ വസിക്കുകയും എളിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവിനോട് സദൃശനായി ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ. ദൈവത്തിൻ്റെ വാസസ്ഥലം സ്വർഗത്തിലാണ്. പക്ഷേ ഈ ഭൂമിയിലെ വളരെ നിസ്സാരമായ എളിയ കാര്യങ്ങൾ കൂടി ദൈവം കാണുന്നു. ഈ സ്ത്രീയുടെ മെഡിക്കൽ കണ്ടീഷൻ എന്താണ്? അവളെക്കുറിച്ച് ബൈബിളിൽ ഗ്രീക്ക് ഭാഷയിലാണല്ലോ പുതിയ നിയമം എഴുതപ്പെട്ടിരിക്കുന്നത്. അവളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സുങ് കുപ്റ്റൂസ എന്ന് പറഞ്ഞാൽ ഡബിൾ ബെൻറ്റ്. സാധാരണ മനുഷ്യർ പ്രായമാകുമ്പോൾ ഒരു സ്വല്പം കൂനുണ്ടാവും. പക്ഷേ ആ കൂനിൻ്റെ കൂടെ അവൾക്ക് വേറൊരു കൂനൂടെ ഉണ്ടായി. അത് കാരണം അവളുടെ മുഖം നേരെ തറയിലേക്ക് അല്ലെങ്കിൽ മണ്ണിലേക്ക് കുനിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അവൾക്ക് നിവർന്നു നിൽക്കാൻ സാധിച്ചിട്ടില്ല. 18 വർഷമായി. ഈ 18 വർഷം എന്നുള്ളത് ഈ സിറ്റുവേഷൻ്റെ ഗ്രാവിറ്റി ഒന്നുകൂടെ എടുത്തു പറയുകയാണ്. ഇവളുടെ രോഗത്തിൻ്റെ മെഡിക്കൽ നെയിം ആങ്കിലൂസിങ് സ്പോണ്ടിലൈറ്റിസ് എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ നട്ടലിൻ്റെ കശേരുക്കൾ ദ്രവിക്കുകയും ആ ദ്രവിച്ച കശേരുക്കൾ ഒന്നിച്ചു ചേരുകയും അങ്ങനെ അവൾക്ക് നടു വളയ്ക്കാൻ സാധിക്കാതെ കുരിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. പക്ഷേ അവൾ 18 വർഷമായി ഇതേ അവസ്ഥയിലാണ്. കർത്താവ് നേരത്തെ മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്ന അവസരത്തിലും എത്ര വർഷമായി അവരെ രോഗബാധിതരായി എന്ന് എടുത്തു പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് കുളക്കരയിൽ കിടന്ന തളർവാദ രോഗി 38 വർഷമായി ഒരേ കിടപ്പായിരുന്നു എന്ന് പറയുന്നു. രക്തസ്രാവമുണ്ടായിരുന്ന സ്ത്രീ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ മാത്രം സ്പർശിച്ചാൽ മതി, ഞാൻ സുഖമാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ച ആ സ്ത്രീ 12 വർഷമായി കാണാവുന്ന എല്ലാ ഗൈനക്കോളജിസ്റ്റിനെയും കണ്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ അതിനായിട്ട് ചെലവഴിച്ചു. പ്രയോജനമുണ്ടായില്ല എന്ന സുവിശേഷം പ്രത്യേകം എടുത്തു പറയുന്നു. അതിനാൽ ദീർഘനാൾ അസുഖമായ ഒരു വ്യക്തി കർത്താവിൻ്റെ സിമ്പതി കുറച്ചുകൂടി അർഹിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മൂന്നാമത്തെ പോയിന്റ്, കർത്താവ് എന്ത് ചെയ്തു? യേശു അവളെ കണ്ടു. ഈ കാണുക, കേൾക്കുക, അറിയുക, പ്രത്യേകിച്ച് പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, ദൈവം മോശയെ അയക്കുന്നതിന് മുമ്പ് മോശയോട് പറയുന്നുണ്ട്, എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, അവരുടെ രോദനം, അതായത് ഇഷ്ടിക ചുട്ട് വൈകിട്ട് എണ്ണിക്കൊടുക്കുന്നതിൽ സംഖ്യ കുറഞ്ഞു പോയാൽ അവരെ ചാട്ടവാറുകൊണ്ട് അടിച്ചിരുന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അങ്ങനെ ചാട്ടവാറിൻ്റെ അടിയിൽ പുളഞ്ഞ് വേദനിച്ച് അവരുടെ രോദനം ഞാൻ കേട്ടു, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു.
ഇത്രയും പറഞ്ഞിട്ടാണ് മോശയോട് പറയുന്നത്, നീ ഫറവോട് പോയി പറയുക, എൻ്റെ ജനത്തെ വിട്ടയക്കണം. അപ്പോൾ കണ്ടു, കേട്ടു, അറിയുന്നു എന്നുള്ളത് ഇറ്റ് ഈസ് ഈ പെർസെപ്ഷൻ, ഒരു സിറ്റുവേഷൻ്റെ പെർസെപ്ഷൻ കംപ്ലീറ്റായി അവതരിപ്പിക്കുന്ന ഒരു ഭാഷയാണ് കണ്ടു, കേട്ടു, അറിഞ്ഞു എന്നുള്ളത്. കർത്താവ് അവളെ കണ്ടു. കണ്ട ശേഷം എന്ത് ചെയ്തു? അങ്ങ് ദൂരെ പുറകിൽ ആരും അറിയാതെ ഒളിഞ്ഞിരുന്ന അവളെ കർത്താവ് മുമ്പിലേക്ക് വിളിച്ചു എന്ന് പറയുന്നു. കർത്താവ് നിന്നത് ജനക്കൂട്ടത്തിൻ്റെ നടുവിലാണ്. അതുകൊണ്ട് തൻ്റെ അടുത്തേക്ക് അവളെ വിളിച്ചു എന്ന് പറയുമ്പോൾ അവള് എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറി എന്നുള്ളതാണ്. എല്ലാവരാലും അവഗണിക്കപ്പെട്ടവൾ ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു. കർത്താവ് ഒരു ഇൻട്രഡക്ഷനും പറയുന്നില്ല, അവളിൽ നിന്ന് പ്രാർത്ഥനയെ ഒന്നും തേടുന്നില്ല. എന്നിട്ട് ഒറ്റ വാക്കിൽ പറയുന്നു, സ്ത്രീയെ, നീ നിന്റെ രോഗത്തിൽ നിന്ന് വിമുക്തയായിരിക്കുന്നു. ഇവിടെ വീണ്ടും ഗ്രീക്ക് ഭാഷയെ ആശ്രയിക്കണം. അപ്പോ ലൂവോ എന്ന വേർബിൻ്റെ അർത്ഥം അഴിക്കുക, വേർപെടുത്തുക. ഡിവോഴ്സ്, വിവാഹമോചനത്തിനും ഇതേ വാക്കാണ് ഉപയോഗിക്കുക. അപ്പോ ലുവോസിസ്, കെട്ടഴിച്ചു വിടുക. അപ്പോൾ യേശു അവരോട് പറഞ്ഞത്, നീ നിന്റെ രോഗത്തിൽ നിന്ന് പരിപൂർണമായി വിമുക്തയായിരിക്കുന്നു. എന്നിട്ട് യേശു അവളുടെ മേൽ കൈവച്ചു. യഹൂദ രീതി അനുസരിച്ച് പബ്ലിക്കിൽ പരസ്യമായ രംഗത്ത് ഒരു പുരുഷനും ഒരു സ്ത്രീയെ തൊടില്ല. അതവരുടെ മാന്യതയുടെ ലക്ഷണമാണ്. പ്രത്യേകിച്ച് ഒരു ഗുരു, ഒരു റബി ഒരിക്കലും ഒരു സ്ത്രീയെ തൊടത്തില്ല പരസ്യമായിട്ട്. അതുമാത്രമല്ല, ഈ സ്ത്രീയെ തൊട്ടാൽ ഇവൾക്ക് ഒരു ഇമ്പയർമെൻറ്റ്, ഒരു ഹാൻഡിക്യാപ്പ് ഉണ്ട്. ഇതുപോലുള്ള ഹാൻഡിക്യാപ്പ് ഉള്ളവർ ദൈവത്താൽ ശിക്ഷിക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും പാപത്തിനടിപ്പെട്ടവരാണ് എന്നൊക്കെയുള്ള ചിന്തയുണ്ടായി. അതുകൊണ്ട് ഒരു സ്ത്രീയെ, അതും ക്രിപ്പിൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ തൊടുക എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയിൽ നിന്ന് അശുദ്ധി ഏറ്റെടുക്കുക എന്നും അതിനർത്ഥമുണ്ട്. എന്നാൽ യേശു അവളുടെ മേൽ കൈവച്ചു എന്ന് വ്യക്തമായി പറയുന്നു. തൽക്ഷണം അവൾ നിവർന്നു നിന്നു, ദൈവത്തെ സ്തുതിച്ചു. ആന ഓർത്തോപീഡിക്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒടിഞ്ഞ ഒരു കാല് സ്കെയിൽ കൊണ്ട് വെച്ച് കെട്ടി വീണ്ടും ആ എല്ലുകൾ കൂട്ടിച്ചേരുന്നിടം വരെ ആ തടിക്കഷ്ണം എടുത്തിരുന്നില്ല. അതായിരുന്നു ആദ്യകാലത്തെ ഓർത്തോപീഡിക്സ്. ഓർത്തോഡോക്സി, ശരിയായിട്ടുള്ള വിശ്വാസം. ഓർത്തോപ്രാക്സിസ്, ശരിയായിട്ടുള്ള പ്രായോഗികമായി വിശ്വാസം ജീവിക്കുന്നു. അതിനാൽ ഷീ വാസ് മെയ്ഡ് സ്ട്രെയിറ്റ് എഗെയിൻ. അവൾ വീണ്ടും നിവർക്കപ്പെട്ടു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സിനഗോഗ് അധികാരി ജനങ്ങളോടായിട്ട് പറഞ്ഞു, രോഗശാന്തി നേടാൻ വരുന്നവർ ശനിയാഴ്ച ദിവസം, സാബത്ത് ദിവസം വരാൻ പാടില്ല. കർത്താവിനോട് പറയാൻ അവന് ധൈര്യം തോന്നിയില്ല. അതുകൊണ്ട് ജനങ്ങളെ ഒരു പിടി വഴക്കങ്ങ് പറഞ്ഞു. കാരണം അന്ന് നടക്കാവുന്ന ദൂരം, ശാബത്ത് ലംഘിക്കാതെ നടക്കാവുന്ന ദൂരം 3000 അടിയായിരുന്നു. ഏതാണ്ട് 3280 അടിയാണല്ലോ ഒരു കിലോമീറ്റർ. അപ്പോൾ ഒരു 3/4 കിലോമീറ്റർ കൂടുതൽ നടന്നാൽ അത് ശാബത്തിൻ്റെ ലംഘനമാണ്. എടുക്കാവുന്ന ഭാരം, അതിന് ഒരു ലിമിറ്റ് വെച്ചിരുന്നു. ഒരു അത്തിപ്പഴത്തിൻ്റെ ഭാരം, അതാണ് അനുവദനീയമായിരുന്ന
ഭാരമെടുക്കുക. ഇന്നും ഇക്കാലത്തും വലിയ ഹോട്ടലുകളിൽ ഇസ്രായേലിൽ ചെന്നാൽ അവിടെ സാധാരണ ഉപയോഗിക്കുന്ന ലിഫ്റ്റല്ല, വേറൊരു ലിഫ്റ്റ് കാണും. സാബത്തിൽ മാത്രം ഉപയോഗിക്കും. കാരണം അതിന് സ്വിച്ചില്ല. അത് താഴോട്ടും മുകളോട്ടും വളരെ പതുക്കെ താഴോട്ടും മുകളോട്ടും നീങ്ങിക്കൊണ്ടിരിക്കും. അതിന് വാതിലില്ല, സ്വിച്ചില്ല. അതുകൊണ്ട് അതിൽ കയറി യാത്ര ചെയ്യണമെങ്കിൽ മനുഷ്യർ തങ്ങളുടെ നേരെ ലിഫ്റ്റ് വരുമ്പോൾ അതിൽ കാലെടുത്ത് കയറുക, ആവശ്യമുള്ളപ്പോൾ ഇറങ്ങുക. അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് സ്വിച്ച് ഇടുക എന്ന് പറഞ്ഞാൽ തീ കത്തിക്കുക എന്നുള്ളതിന് തുല്യമാണ്. അതുകൊണ്ട് ശാബത്തിൽ അത് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് ലിഫ്റ്റ് 24 മണിക്കൂറും താഴോട്ടും മുകളോട്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വളരെ നമുക്ക് ചിരി വരുമെങ്കിലും അതായിരുന്നു അന്നത്തെ ശാബത്തിൻ്റെ ആചരണം എന്ന് നാം മനസ്സിലാക്കും. യേശു ഉടനെ വിളിക്കുന്നത് കപട നാട്യക്കാർ എന്നാണ്. കാരണം അവൻ സിനഗോഗ് അധികാരിയാണ്. പക്ഷേ അവനെ വിളിക്കുന്നത് കപട നാട്യക്കാരൻ. കപട നാട്യം, ഫാരിസി എന്നൊക്കെ പറഞ്ഞാൽ പൊയ്മുഖം ധരിക്കുന്ന മനുഷ്യനെന്നാണ്. അവൻ്റെ ശരിയായ മുഖമല്ല നമ്മൾ കാണുന്നത്, അവൻ്റെ വേറൊരു മുഖമുണ്ട്. അവനോട് പറയുന്നു, പൊയ്മുഖധാരി, നീ ശാബത്തിൽ കാളയോ കഴുതയോ വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകില്ലേ? അതൊരു ജോലിയായിട്ട് ആരും കണക്കാക്കുന്നില്ല. എങ്കിൽ 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രഹാത്തിൻ്റെ മകളെ സാബത്ത് ദിവസം ഞാൻ അഴിച്ചു വിടേണ്ടതില്ലെന്നോ? അപ്പോൾ കർത്താവ് അഴിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഒന്ന്, കാളയും കഴുതയും അഴിക്കുന്ന കാര്യം. മറ്റത് 18 വർഷം സാത്താൻ ബന്ധിച്ചിരുന്ന അബ്രഹാത്തിൻ്റെ മകളെ ഞാൻ അഴിച്ചു വിടേണ്ടതില്ലെന്നോ? നമുക്കറിയാം, യഹൂദരുടെ ഏറ്റവും വലിയ അഭിമാനം ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണെന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 3:9 നാം വായിക്കുന്നു, നിങ്ങൾ അബ്രഹാത്തിൻ്റെ മക്കളാണ് എന്നതിൽ നിങ്ങൾ അഭിമാനം കൊള്ളുന്നു. സ്നാപയോഹന്നാൻ അവരോട് പറയാണ്, പക്ഷേ ദൈവത്തിന് വേണമെങ്കിൽ കല്ലിൽ നിന്ന് അബ്രഹാത്തിന് മക്കളെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതിനാൽ നിങ്ങൾ അബ്രഹാത്തിൻ്റെ മകനാണ് എന്ന് പറഞ്ഞതിൽ കൂടുതൽ ഊറ്റം കൊള്ളേണ്ട കാര്യമില്ല എന്ന് സ്നാപയോഹന്നാൻ അവരോട് പറഞ്ഞു. അതിനാൽ ഇവിടെ എന്താണ്, കർത്താവ് ഒരു നിയമം ലംഘിച്ചോ? ശരി, കർത്താവ് നിയമം ലംഘിക്കുക തന്നെ ചെയ്തു അന്നത്തെ രീതി അനുസരിച്ച്. പക്ഷേ അതിനൊരു ന്യായീകരണമുണ്ട്. ആ ന്യായീകരണം നമ്മൾ കാണുന്നത് ഹോസിയയുടെ പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യമാണ്. അത് മത്തായി 9:13 ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ആ വാക്യം എന്താണ്? ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഇതാണ് മത്തായി 9:13 പറഞ്ഞിരിക്കുന്നത്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. അതിനാൽ കർത്താവ് ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? നിയമം, ശാബത്തിൻ്റെ നിയമത്തെ താഴ്ത്തിക്കെട്ടുകയും അതേസമയം തന്നെ കരുണ, സ്നേഹം എന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. അതിനാൽ ഈ മകളെ സ്വാതന്ത്ര്യപ്പെടുത്തുക എന്നുള്ളതാണ് ശാബത്ത് ലംഘിക്കുന്നതിൻ്റെക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ മുമ്പിൽ വിലപ്പെട്ടതായി കാണുന്നത്. അവസാനമായി വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്കുള്ള 5:1 പറഞ്ഞിരിക്കുന്നു, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. വി ആർ മെയ്ഡ് ഫ്രീ. അതുകൊണ്ട് ക്രിസ്ത്യാനിയുടെ ഒരു വലിയ മുഖമുദ്ര സ്വാതന്ത്ര്യ ബോധമാണ്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യം. അതിനാൽ നമ്മളെ തളർത്തിക്കളയുന്ന നിയമത്തിൻ്റെ ഭാരമല്ല ഇവിടുത്തെ പ്രാധാന്യം, പിന്നെയോ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ചോദിക്കുന്നു, പിശാച്, നമ്മൾ മലങ്കര
ക്രമത്തിൽ മാത്രമാണ് ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്ന് സ്വർഗസ്ഥനായ പിതാവിൽ പ്രാർത്ഥിക്കുക. സിറോ മലബാർ സഭയിലും ലത്തീൻ സഭയിലും തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. തിന്മ, ഈവിൾ എന്ന് പറഞ്ഞാൽ ഒരു അബ്സ്ട്രാക്ട് നൗണാണ്. പക്ഷെ ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ പിശാചാണ്. പിശാച് ഒരു പേഴ്സണാണ്. നമുക്കറിയാം, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ വിഷയം അനേക പ്രസംഗങ്ങളിലൂടെ അവതരിപ്പിച്ചു. ബുധനാഴ്ച അദ്ദേഹം കൊടുക്കുന്ന ഓഡിയൻസിൽ വ്യക്തമായി പഠിപ്പിച്ചു, തിന്മ എന്ന് പറയുന്ന ഒരു ശക്തിയല്ല, ദുഷ്ടൻ, പിശാച് എന്ന് പറയുന്ന ഒരു പേഴ്സണാണ്, വ്യക്തിയാണ്. ദൈവം വ്യക്തിയായിരിക്കുന്ന പോലെ, നമ്മൾ ഓരോരുത്തരും വ്യക്തികളായിരിക്കുന്ന പോലെ പിശാച് ഒരു വ്യക്തിയാണ്. അതിനാൽ പിശാചിന് ദൈവമക്കളെ അടിമകളാക്കാൻ വലിയ താല്പര്യമാണ്. കാരണം ഒരിക്കലും അവര് ദൈവത്തിലേക്ക് തിരിയരുത് എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അതിനാൽ പിശാച് പാപം വഴി നമ്മളെ അടിമകളാക്കുന്നു. യേശു പറഞ്ഞു, യോഹന്നാൻ്റെ 8:34 മുതൽ 36 വരെ വാക്യങ്ങളിൽ, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. അതിനാൽ നമ്മൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാമോ? കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമൊക്കെ തുടങ്ങുന്നതിന് വളരെ മുമ്പ് തന്നെ ബംഗാളിൽ ഒരു നവോത്ഥാനം ആരംഭിച്ചു. അതും സ്വാതന്ത്ര്യ വാഞ്ചയെ. ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അല്ല അവരെ ലക്ഷ്യം വെച്ച്. പിന്നെ അവർ പറഞ്ഞു, നമ്മുടെ ഇടയിൽ ഒത്തിരി അനാചാരങ്ങൾ, ഒത്തിരി അന്ധവിശ്വാസങ്ങളുണ്ട്. ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്നും, ഈ പിശാച് സേവയിൽ നിന്നും, മനുഷ്യൻ്റെ അജ്ഞതയിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും ഒക്കെ നമ്മൾ സ്വതന്ത്രരാകും. അതും ഈ സാമൂഹ്യമായ കാര്യങ്ങളും നമ്മളെ അടിമകളാക്കുന്നുണ്ട്. അതുപോലെ കുറ്റബോധം, നിരാശ, ഇതൊക്കെ നമ്മളെ കൂനികളാക്കി മാറ്റുന്നുണ്ട്. കാരണം ഈ സ്ത്രീക്ക് ഒരിക്കലും നിവർന്നു നിന്ന് വേറൊരാളുടെ മുഖത്ത് നോക്കാനോ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാനോ പറ്റിയില്ല. അവളുടെ നോട്ടം എപ്പോഴും താഴേക്കായിരുന്നു. അതിനാൽ കർത്താവ് അവളെ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവള് ഒരു സൂര്യകാന്തി പൂവ് സൂര്യൻ്റെ നേരെ തിരിഞ്ഞിരിക്കുന്ന പോലെ, രാത്രിയിൽ തലകുനിച്ച് നിൽക്കുന്ന സൂര്യകാന്തി പൂ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ദിക്കിലേക്ക് നിവർന്നു നിന്ന് സൂര്യൻ്റെ ദിശയിലേക്ക് മുഖം ഉയർത്തുന്നത് പോലെ ഈ സ്ത്രീ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെ സ്തുതിച്ചു. അതിനാൽ ഈ സ്ത്രീക്കുള്ള സ്വാതന്ത്ര്യം എന്തായിരുന്നു? ആദ്യം ദൈവത്തിൻ്റെ മുഖത്ത് നോക്കാൻ, 2 മുമ്പോട്ട് നോക്കാൻ. അവൾ ഇതുവരെ കുനിഞ്ഞ് കീഴ്പോട്ടാണ് നോക്കിക്കൊണ്ടത്. മുമ്പോട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യാശയാണ്. മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യബന്ധമാണ്. അതിനാൽ കർത്താവ് അവൾക്ക് സാധ്യമാക്കി കൊടുത്തത്, ഒന്ന് ദൈവത്തിൻ്റെ നേരെ നോക്കുക, മുമ്പോട്ട് നോക്കുക, മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കുക. അതിനാൽ ദൈവത്തെ ആബ്ബാ, പിതാവേ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി, പ്രത്യാശയോടുകൂടി, മനുഷ്യബന്ധങ്ങളോടുകൂടി അവൾക്ക് സ്വതന്ത്രമായി ജീവിപ്പാൻ ഉള്ള ഒരു അവസരമാണ് കർത്താവ് കൊടുത്തത്. നമ്മൾ മാർച്ച് 8 ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ആഘോഷിച്ചു. പല പത്രങ്ങളിലും മീഡിയകളിലും ഒക്കെ അതിനെക്കുറിച്ചുള്ള അറിയിപ്പുകളും ഒക്കെ നമുക്ക് ലഭിച്ചു. കർത്താവ്, നമ്മൾ ചിന്തിക്കുക, 2000 വർഷം മുമ്പ് ഒരു സ്ത്രീ വിമോചകനായി ഒരു സ്ത്രീയുടെ സങ്കടം കർത്താവ് കണ്ടു കഴിഞ്ഞാൽ ഉടനടി അതിനൊരു പരിഹാരം കർത്താവ് സ്ത്രീകൾക്ക് ചെയ്തു കൊടുത്തിരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷം നമ്മൾ വായിച്ചാൽ മനസ്സിലാകുന്നൊരു കാര്യമാണ്. സ്ത്രീകളുടെ കണ്ണുനീര്
യേശു ഗൗരവമായിട്ടെടുത്തു. അതിനാൽ ആദ്യത്തെ സ്ത്രീ വിമോചക പ്രവർത്തകൻ ഈ സ്ത്രീകളുടെ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധം, കുറ്റബോധം, ഡിപ്രഷൻ, നിരാശ, ഇതിൽ നിന്നെല്ലാം അവരെ മോചിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് യേശു കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ സുവിശേഷത്തിൻ്റെ സദ്വാർത്തയായിട്ട് നമുക്ക് മനസ്സിലാകുന്നു. നമ്മൾ ഒരു ചെറിയ പ്രാർത്ഥന, യേശുവേ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ. ഇത് വളരെ പുരാതനമായ ഒരു ക്രൈസ്തവ പ്രാർത്ഥനയാണ്. യേശുവേ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ. അതിനാൽ കർത്താവ് നമ്മളിൽ കനിഞ്ഞ് നമ്മുടെ ആത്മീയ പ്രയാണത്തിന് തടസ്സമായി നിൽക്കുന്ന ഞൊണ്ട്, കൂന്, അന്ധത, കുഷ്ഠം, ഇതുപോലെയുള്ള എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുന്ന സുവിശേഷങ്ങളാണ് നമ്മൾ നോയമ്പിൽ ശ്രവിക്കുക. മാർച്ച് 19 ഇത് വിശുദ്ധ യൗസേപ്പിന് പ്രതിഷ്ഠിക്കപ്പെട്ട വർഷമാണ്. ആ വർഷത്തിലെ യൗസേപ്പിൻ്റെ മരണത്തിരുനാളാണ് മാർച്ച് 19. നമ്മൾ വിശുദ്ധ യൗസേപ്പിനെ സഭയുടെ സംരക്ഷകനായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്, നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അതിനാൽ വലിയ പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ലോകത്തിനും സഭയ്ക്കും സംരക്ഷണം ലഭിക്കാനായിട്ട് വിശുദ്ധ യൗസേപ്പിൻ്റെ മധ്യസ്ഥത്തിന് നമ്മളെയും നമ്മുടെ സമൂഹത്തെയും അർപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.